ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ കുറച്ച് വ്ളോഗ്സ് കൂടി അങ്ങോട്ട് സെക്കൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റത്തെ പോട്ടെ ലാസ്റ്റത്തെ നമ്മുടെ ഫസ്റ്റ് സീത്ത ക്യൂസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു എഗ്ഗ് കണ്ട് ഗൈസ്. നമ്മളപ്പോൾ ഈ എഗ്ഗ് എന്തിനാണ് നോക്കിയത്. അപ്പോൾ ഒരുത്തം വന്ന് നമ്മൾ അടിച്ച് അതൊന്നും നമ്മൾ നോക്കിയില്ല. അപ്പോൾ ഈ എഗ്ഗ് എന്തിനാണ് പറയണേ നോക്കി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ് ഗിയറിനെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ് ഗിയറിനെ കൊണ്ടുപോയി കൊടുത്ത്, പക്ഷേ നമ്മളിത് ഓൾറെഡി കൊടുത്തുകൊണ്ട് നമുക്കൊരു കുന്തവും കിട്ടില്ല. അതെനിക്കറിയാം. അതേ നമുക്ക് 46 ക്യാൻഡി എഗ്ഗ് കിട്ടി. അപ്പോൾ ഇത് ദിവൻ ഇവിടെ നിൽക്കണ്ടായി. അപ്പോൾ ഇവനങ്ങോട്ട് തീർത്ത്, പക്ഷെ ഒരടി അടിച്ചപ്പോഴത്തേനും അവൻ പറന്നങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ സെഡ്ജ് മൂവ് അവന് കൊണ്ടില്ല. അപ്പോൾ എമ്പണ തന്നെ യൂസ് ചെയ്ത് കൊല്ലാന്ന് വെച്ച്. പിന്നെ നമ്മൾ സി അങ്ങോട്ട് യൂസ് ചെയ്തപ്പോൾ അവൻ നമ്മളെ കുറേ വാളം കൊണ്ടൊക്കെ കൊത്തി. നമ്മളാണ്ട് അവനെ വന്ന് അടിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഒന്ന് അടിച്ചപ്പോൾ വേറൊരുത്തിനും ഉണ്ട്. അപ്പോൾ എന്തായാലും ലാഭമായില്ലേ, രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് തീർക്കാന്ന് വെച്ച്. അങ്ങോട്ട് ഞെക്കിയപ്പോൾ മെറ്റവനെയും കൊണ്ട് ചെത്തിക്കണവന്. അപ്പോൾ നമ്മളങ്ങോട്ട് പടായി. അപ്പോൾ നമ്മൾ വീണ്ടും സ്പോണായി. നമ്മൾ വീട്ടിൽ കൊടുക്കൂല, നമ്മളങ്ങനെ വീണ്ടും നമ്മൾ ചാടി കയറി നിൽക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്സ് എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അവർ രണ്ടുപേരും ആ മൂലയിലാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ ആ മൂലയിലിട്ട് തന്നെ അവർ എമ്മണം വെച്ച് കൊന്നു. ടാറ്റാ ക്രൂരന്മാരാണ് ഞമ്മൾ. എന്നിട്ടപ്പം നമ്മൾ നേരെ ഇവിടേക്ക് പോയി. എന്തിനാണ് ഇവിടേക്ക് പോയില്ല. അതിന് മുമ്പ് ഞാൻ ആലോചിക്കായിരുന്നു 700 ലെവലായി ഇങ്ങനെ കാണിക്കേ ഇന്ന ആളുടെ അടുത്ത് പോയി സംസാരിക്കും. മിലിറ്ററി ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. പക്ഷെ അത് കാണിച്ചില്ല. ഞാൻ ഒരു കോസ്റ്റ്യൂം കൂടി എടുക്കണമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. പിന്നെ വേണ്ടെന്ന് വെച്ച് ജസ്റ്റ് വീണ്ടും വന്നത്. അപ്പോൾ ബാക്കടിച്ച്. എന്നിട്ട് നമ്മളങ്ങനെ ബാക്കടിച്ച് നേരെ നമ്മൾ എഫ് ഞെക്കി പിടിച്ച് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് പോയി. സ്പീഡിൽ പോയിട്ട് എത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. ഞാനിത് സ്പീഡാക്കിയതാണ്. കാരണം വെച്ചാൽ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡാക്കൂലേ, ഇത് നോർമൽ സ്പീഡാണ്. കണ്ട ഇതാണ് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് നമ്മൾ പ്രിസണിൽ അങ്ങോട്ട് എത്തിയിട്ടാണ്. പ്രിസണിൽ എത്തുമ്പോൾ തന്നെ ഒരു ഫീലിങ്സ് ഞാൻ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സീത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് നൊസ്റ്റാളജി അടിക്കണം. ഞാൻ എൻ്റെ മാഗ്മ ഫ്രൂട്ടും വെച്ചൊക്കെ ഇതോ കളിച്ചത്. ലൈറ്റും വെച്ചല്ലോ കളിച്ച്. ലൈറ്റും വെച്ച് പകുതി കളിച്ച്. ലൈറ്റും വെച്ച് കുറച്ച് കളിച്ചു. പിന്നെ മാഗ്മ, ഈഗിൾ, ഐസ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വെച്ച് കണ്ട് എനിക്ക് അഡ്മിറലിനെ കൊല്ലണമെന്നുള്ള ഇത് കിട്ടി. കീ കിട്ടിയോന്ന് എനിക്ക് ചെറിയ സംശയം. അപ്പോൾ ഞാൻ ഒന്ന് നോക്കി കീ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എഫ് പിടിച്ച് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നത് നമ്മൾ സ്പീഡായിട്ടുണ്ട്. ടൈം ലാപ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി ഇവിടെ കണ്ട് ഫ്രോസൺ വില്ലേജ് ഉണ്ട്. ഫ്രോസൺ വില്ലേജിലാണ് ടൈസ് അഡ്മിറലെ. അതിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം അല്ല, ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ കണ്ട ഇതല്ല, എനിക്ക് ചെറിയ സംശയമുണ്ട്. ഈ ഒരു ക്രിസ്മസിന് വീട് പോലത്തെ ഒരു വീട് കണ്ട, പുൽക്കൂട് പോലത്തെ ആ സംഭവം എന്തിട്ടാണ് ഞാൻ നോക്കിയപ്പോഴാണ് വെച്ചില്ല. 79 റബ്ബുക്സ് എടുക്കുന്നത്. എനിക്കൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഇവിടെ ഒരു സ്ഥലം കണ്ട, ഈ സ്ഥലമാണ് വേണ്ടത്. അപ്പോൾ ഇത് തുറന്നപ്പോൾ ഉണ്ടല്ല ആ മനസ്സിലൊരാശ്വാസം, ഇത് തുറന്നെന്നുള്ളത്. അങ്ങോട്ടൊന്നുമല്ല, കുറച്ച് നേരം ഒന്ന് ഇത് ചില്ലായിട്ട് ഞാനവനെ കൊല്ലാൻ പോയി അവനെ. അപ്പം കൊന്നിട്ട് നമ്മൾ വീഞ്ഞൊക്കെയപ്പോൾ അവന് കൊള്ളണില്ല, മേളീത്തവന്മാർക്കാണ് കൊള്ളണേ. അപ്പോൾ നമ്മൾ വീഞ്ഞക്കാട് നമുക്ക് കടിക്കാൻ നോക്കിയപ്പോൾ സെറ്റ് ചെക്കുമ്പോൾ ഓറാണ്. അപ്പോൾ അവളെ ഓറാവാൻ നോക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഏതോ ഒരു വന്നു. ഞാൻ വെച്ച് അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത്, പക്ഷെ അവൻ നമ്മളെ കൊന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സ്പീഡിൽ കാണാം, നല്ല അടിപൊളി പാട്ടൊക്കെ ആയിട്ട്. ¿Y qué fue? No hiciste nada con tanta chapa pa' hacerle ranking tanking can. ¿Y qué fue? No hiciste nada con tanta chapa pa' hacerle ranking tanking can. Mambo. Chapa. Doggy style. അപ്പോൾ ഗൈസ് അവനെ നമ്മളങ്ങോട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഐഷർട്ട് മേരയിലൊക്കെ എന്തെങ്ങാണ്ടൊക്കെ പറയണ്ട. അവൻ ചത്തിട്ട് എങ്ങനെ വരണമെന്നാണ് ഞാൻ ആലോചിക്കണേ. എന്നിട്ട് ഇവനെ മാഗ്മാഡ് മേരിയലല്ലോ എന്നിട്ടാണ് സ്വാനെ കൊല്ലണം എന്നൊക്കെ പറയാനുണ്ട് സെക്കൻഡ്സിൽ. എനിക്കൊരു കുന്തോ മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഡിറ്റക്റ്റീവിനെ ഒന്നും കൂടിയും പോയി കാണാൻ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് വഴി കണ്ടില്ല. വഴി പിന്നെ കണ്ടുവച്ചിട്ട് നമ്മൾ ചാടി അങ്ങോട്ട് പോയി. ഇവന്മാരൊക്കെ ഓറൊക്കെ വാങ്ങിയത് ഇവിടെ ഉണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ് വാങ്ങുന്നത് സ്കൈലാൻസിലാണ്. ഞാൻ ആ പെൻസിങ് വാങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് അപ്പോൾ നമ്മൾ സ്കിപ്പ് അടിച്ച് കളഞ്ഞാണ്. എത്രയും കാണണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒരു 2 മണിക്കൂറെങ്കിലും 2 മണിക്കൂറില്ല, അത് ഞാൻ കള്ളം പറഞ്ഞാണ്. നല്ല ലോങ് ആവും. അപ്പോൾ എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയില്ല, ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് ചാടുന്നു. ഭഗവാൻ അറിയാം എനിക്ക് എന്തോ പറ്റി. സെക്കൻഡ്സിൽ പോകാൻ പോലെ ഇൻട്രസ്റ്റിങ് എന്ത് സെക്കൻഡ്സ് എന്ത് സുവനക്കാണെന്ന്. ഇയാളാണ് സുവനക്കാണെന്ന് പറയണേ, അയാൾ വേറെ എന്തോണ് പറയണേ. അയാളും പറയാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇത് മിഡിൽ ടൗണിലേക്ക് പോകണം. മിഡിൽ ടൗണിൽ എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ ആളാണ് പറയണേ. അപ്പോൾ നമ്മൾ ടെലിപ്പോർട്ട് ടു ജംഗിൾ, നമ്മൾ ജംഗിൾ എപ്പോഴും ഫ്രൂട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഹോം പോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെറുതെ ഒരു PvP അവനെ കൊല്ലാൻ വേണ്ടി PvP ഓണാക്കി. അതുകൊണ്ട് നമ്മൾ ചാടിപ്പോയി ഇവിടെ വന്ന് നിന്നപ്പോൾ മിഡിൽ ടൗണിലെത്തി. അവനൊന്ന് കണ്ടപ്പോഴല്ല ചങ്ക് പൊട്ടിപ്പോയോ എൻ്റെ മോനെ, എന്ത് രസമെന്നറിയോ. ഇവിടെ എത്തിയപ്പോഴല്ല എൻ്റെ മനസ്സിലുണ്ടല്ലോ ഒരു എന്ത് സുഖം വരുന്നറിയോ. അപ്പം നമ്മളങ്ങനെ സെക്കൻഡ്സ് ആവാൻ പോകണമെന്ന് എൻ്റെ മനസ്സിലൊരിത്. അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ മോനെ, പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളൊന്ന് കളിച്ചോക്കിട്ടാ. നിങ്ങൾ ഈ ബ്ലോഗ്സ് കളിക്കാൻ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടാ. ഈ ബ്ലോഗ്സ് കളിക്കാത്തവരോടെ ഞാൻ കളിച്ച് നോക്കിട്ടാ. ഫസ്റ്റൊക്കെ ഭയങ്കര ബോറടി ആയിരിക്കും ബ്ലോഗ്സ് ഇട്ട്, പിന്നെ ഫ്രൂട്ടൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഞാനിവിടെ കഫേ അന്വേഷിച്ചെടുക്കായിരുന്നു. കഫേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുന്തം മനസ്സിലാവുള്ള. ഈ ഒരു സെക്കൻഡ്സ് ഭയങ്കര വലിയ സ്ഥലം. കഫേ ഏതാണ് കുന്തം ഏതാണ് കുറച്ചൊക്കെ എന്നൊന്നും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് പോയിട്ട് സ്പീഡിൽ പോയിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓറയുടെ ഒരു കാര്യം കണ്ടത്. ഓറ എഡിറ്ററാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ടോക്ക് ആക്കി സ്റ്റേജ് മീൻസ് പിന്നെയാണ് മനസ്സിലായി ഓറയുടെ സ്റ്റേജ്. ഞാനപ്പോൾ ഫുൾ ബോഡി ആക്കാൻ വേണ്ടി സ്റ്റേജ് 5 അങ്ങോട്ട് ചേക്കി. എന്നിട്ട് ഞാൻ ഓറൊന്ന് ഓണാക്കി നോക്കി, ഒരു കുന്തോ മനസ്സിലായില്ല, ഒരു കുന്തോ ആയില്ല. എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫാക്ടറി കണ്ടപ്പോൾ മനസ്സിലായി ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന്. അപ്പം നമ്മളപ്പോൾ അവനെ കണ്ടല്ലോ, അവനെയും പോട്ടെ കഫേ ഉണ്ട്. എന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇരിക്കാൻ പോയി. ഇവിടെ ഒരു ക്വസ്റ്റ്യനെ കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ എന്തിനാണെന്ന് നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യാൻ ഇരിക്കാൻ പോയത്. ബാർട്ടിലോ കൊളേഴ്സിയം ഇൻ പെറിലോ അങ്ങനെ എന്തോ പറഞ്ഞു കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ അങ്ങോട്ട് ഇരുന്ന് ഗൈസ്. അപ്പോൾ നമുക്കൊരു ട്രേഡ് കിട്ടി, ഇതേതോ ഒരുത്തനാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇരുന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ക്വാക്ക് ഇടാൻ പോയപ്പോൾ അവൻ്റെ കയ്യിൽ അതുണ്ട്. എന്തിടാൻ പോയിട്ട് എല്ലാം അവൻ്റെ കയ്യിലുണ്ട്, എല്ലാ കുന്തറാണ്ടും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ അവൻ ബുദ്ധ സ്പൈഡർ ഇട്ട് അതെങ്കിലും അവൻ കിട്ടിയിരുന്നെങ്കിലേ സ്വർഗം. പക്ഷേ നമ്മുടെ കയ്യിലൊരു അലമ്പ് ക്വാക്കാണുള്ളത്, ക്വാക്ക് ഏറ്റവും അലമ്പ് സാധനം. അതും പറഞ്ഞാണ്ട് ഞാൻ ബാക്ക് അടിച്ച് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ആ ചെസ്റ്റ് തുറക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് അവൻ ആ ചെസ്റ്റ് എടുത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ എല്ലാവരും ബ്ലോഗ്സ് ഇട്ട് കളിക്കുക. അപ്പം ശരി, ബൈ.